വാളയാർ കേസിലെ ഇലക്ട്രോണിക് രേഖകളുടെ പകർപ്പ് കൈമാറാൻ ഉത്തരവ്. കുട്ടികളുടെ അമ്മ നൽകിയ ഹർജിയിൽ CBI കോടതിയാണ് വിധി പറഞ്ഞത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന ചേരുന്നു. ഷപ്ന, ഇതിപ്പോ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ അടക്കം അടങ്ങിയ രേഖകൾ കൈമാറാനാണോ കോടതി ഉത്തരവ്? എന്തായിരുന്നു ഇന്ന് കോടതി പറഞ്ഞത്? സേതുലക്ഷ്മി, വാളയാർ കേസിലെ ഇലക്ട്രോണിക് രേഖകളുടെ പകർപ്പ് കൈമാറണം എന്നാവശ്യപ്പെട്ട് കുട്ടികളുടെ അമ്മ തന്നെയാണ് CBI കോടതിയെ സമീപിച്ചത്. ഇന്നിപ്പോൾ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് CDR അടക്കമുള്ള രേഖകൾ കൈമാറാം. പക്ഷേ പ്രോസിക്യൂഷൻ എതിർത്തതുപോലെ ഈ കുട്ടികളെ തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള രേഖകൾ കൈമാറരുത് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ ഫുട്ടേജ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പ്രസൻസിൽ പരിശോധിക്കാം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇലക്ട്രോണിക് രേഖകളായ ഈ CDR അടക്കമുള്ളവ കൈമാറാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ വാളയാറിൽ ഈ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലെ മാതാപിതാക്കളും CBI പ്രതി ചേർത്തിട്ടുണ്ട്. അമ്മയ്ക്കെതിരായ കുറ്റപത്രത്തിൽ കാണുന്ന പല ആരോപണങ്ങളും ഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നും ഇതിൽ പലതും മാതാപിതാക്കളെ പ്രതികളാക്കാൻ കെട്ടിച്ചമച്ചതാണ് എന്നുമാണ് ഈ അമ്മയുടെ ഹർജിയിൽ പറയുന്നത്. നിജസ്ഥിതി പരിശോധിക്കാൻ പകർപ്പ് കൈമാറണം എന്നായിരുന്നു ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ രേഖകൾ കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഓക്കെ ഷപ്ന, ക്ലിയർ ആണ്. വാളയാർ കേസിലെ ഇലക്ട്രോണിക് രേഖകളുടെ പകർപ്പ് കൈമാറാൻ കോടതി ഉത്തരവ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന.